ഹായ് ഫ്രണ്ട്സ്, റിൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊരു മഴയാണല്ലേ! മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തും മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലും മഴത്തുള്ളികൾ പൊഴിയുന്ന നാടൻ വഴികളും അങ്ങനെ മഴയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെല്ലാം ഓർമ്മകളാണല്ലേ. എന്നാൽ ഈ മഴയ്ക്ക് പല രൂപങ്ങളും ഭാവങ്ങളുമുണ്ട്. മഴയുടെ സ്വഭാവം അനുസരിച്ച് മഴയുടെ പേരുകളും മാറും. അങ്ങനെ നോക്കുമ്പോൾ മഴയ്ക്ക് എന്തെല്ലാം പേരുകളല്ലേ. ചില പേരുകൾ നമ്മെ ചിരിപ്പിക്കും, ചിലത് നമ്മെ പേടിപ്പിക്കും, മറ്റു ചിലതോ നമുക്ക് സന്തോഷം നൽകും. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജൂലൈ മാസത്തിൽ കാലവർഷം എത്തുമ്പോൾ കേരളത്തിൽ ജൂൺ മാസത്തിൽ തന്നെ കാലവർഷം ആരംഭിക്കും. കേരളത്തിന് പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ട പർവ്വതനിരകളും ഉള്ളതുകൊണ്ട് അറബിക്കടലിൽ നിന്നും വരുന്ന ഈർപ്പമുള്ള കാറ്റിനെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുകയും കേരളത്തിൽ ശക്തമായ മഴ പെയ്യുകയും ചെയ്യുന്നു. ഇതിന് നമ്മൾ മൺസൂൺ മഴ എന്നാണ് പറയുന്നത്. ഇനി ചിറാപ്പുഞ്ചിയിൽ മാത്രം പെയ്യുന്ന മഴയ്ക്ക് നമ്മൾ പറയുന്നത് എന്താ? ചിറാപ്പുഞ്ചി മഴ അല്ലേ. ഇനി വേനൽക്കാലത്ത് മഴ പെയ്താൽ അതിന് നമ്മൾ പറയും വേനൽ മഴ. കർക്കിടകത്തിൽ പെയ്താലോ കർക്കിടക മഴ. ചെറുതായി എപ്പോഴും ഒരേ രീതിയിൽ മഴ പെയ്താൽ അത് ചാറ്റൽ മഴയായി. ഇനി മഴ പെയ്ത് മണ്ണ് തണുത്താൽ അത് കുളിർമഴയായി. ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ പറയും മനസ്സും മണ്ണും തണുത്തെന്ന്. ഇനി സ്വഭാവം അനുസരിച്ച് മഴയുടെ പേരുകൾ നോക്കാമല്ലേ. കാലവർഷം, തുലാമഴ, പെരുമഴ, ഇടിവെട്ടിമഴ, പേമാരി, പെരുമഴ, ശക്തമായ മഴ, സാധാരണ മഴ, അനുഗ്രഹ മഴ, ചന്നം പിന്നം പെയ്യുന്ന മഴ, വൃശ്ചിക ചനപ്പ്, അളിഞ്ഞ മഴ, ചീഞ്ഞ മഴ, കന്മഴ, കനത്ത മഴ. എന്തൊരു മഴയാ! പുതുമഴ, പൂമഴ, വർണ്ണമഴ, കിടുക്കാച്ചി മഴ, മഞ്ഞുമഴ. ഇനിയും കിടക്കുന്നു തൂളൽ മഴ, തോരാത്ത മഴ, ന്യൂനമർദ്ദം, ഒറ്റപ്പെട്ട മഴ, മഴ താണ്ഡവമാടി, അതിതീവ്ര മഴ, നല്ല മഴ, നാശം പിടിച്ച മഴ, ഒടുക്കത്തെ മഴ, കാലൻ മഴ എന്നിങ്ങനെ പോകുന്നു ആ പേരുകൾ. നമ്മൾ നട്ടു നനച്ച് വളർത്തി വലുതാക്കിയ മരങ്ങൾ പിഴുതെറിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് നാശം വിതച്ച മഴയെന്ന്. ഇനി വയനാട്ടിൽ വലിയ മലയിടിച്ചിലുണ്ടാക്കി വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാട് പേരുടെ ജീവൻ അപഹരിച്ചു. ഇവിടെ നമുക്കറിയാം ഇന്നും തീരാത്ത കണ്ണുനീരാണ്. ഇതിനെന്താണ് പറയുക? മഴ താണ്ഡവമാടിയെന്ന് തന്നെ പറയാം. അങ്ങനെ മഴ നമുക്ക് അനുഗ്രഹമാകുന്ന സമയവുമുണ്ട്, നാശമാകുന്ന സമയവുമുണ്ട്. ഒരിക്കൽ ഒരു കവി തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ ആസ്വദിച്ചുകൊണ്ട് ഈ കവി മഴയെക്കുറിച്ച് നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. മഴയെക്കുറിച്ച് വർണ്ണിച്ച് കുറേ കവിതയൊക്കെ പാടി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ മഴ ശമിക്കണില്ല. ഈ കവിക്ക് പോകേണ്ട സമയമായി, എന്നിട്ടും മഴ തീരണില്ല. അപ്പോൾ കവി തൻ്റെ സുഹൃത്തിനോട് പറയാണ്, എന്തൊരു നശിച്ച മഴയായത്, ഇതുവരെ ഇത് മാറിയില്ലല്ലോ. ഇങ്ങനെ പോകുന്നു മഴക്കഥകൾ. അതുതന്നെയുമല്ല കേട്ടോ, ഇങ്ങനൊരവസ്ഥയുമുണ്ട്. മഴ പെയ്താൽ നമ്മുടെ കേരളത്തിലെ റോഡുകളും പുഴകളാകും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.